എല്ലാവർക്കും നമസ്കാരം. എനിക്ക് നാളെ ചെറിയൊരു സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ കൂടുതലൊന്നും ഇനിയിപ്പോൾ പറയണമെന്നില്ല, പക്ഷേ പറയാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. അതുകൊണ്ട് ഈ നമ്മുടെ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. അബുദാബിയിലുള്ള ഒരു എഴുത്തുപെട്ടിയാണ്. അബുദാബി എന്നാണ് കത്ത് എഴുതിയത്. കത്തുപാട്ട് പിറക്കുന്നത് അബുദാബിയിൽ വെച്ചാണ്. അപ്പൊ ആ അബുദാബിയിൽ തന്നെ ഞാൻ പെട്ടി തുറന്നപ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് ജമീലിക്ക തുടങ്ങുന്നത്. മധുരാനുഭൂതികൾ അയവിറക്കി മനസ്സിൽ വീണടിയും പൂപ്പേറുക്കി കരളിന് ചുടുരക്തമഷിയിൽ മുക്കി കത്തിന്റെ കതിർമാല കോർത്തൊരുക്കി. പെണ്ണുങ്ങൾ കത്തിലെഴുതി, പെണ്ണുങ്ങൾ പറഞ്ഞ ഭാര്യ, നമ്മൾ പെണ്ണുങ്ങൾ എന്നൊരു പറയുന്നുണ്ടല്ലോ, ഭാര്യ കത്തിലെഴുതി മലക്കൊന്നും അല്ലട്ടോ, നിങ്ങൾ നോക്കണം, ഞാൻ പെണ്ണാണ്, ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, ഞാൻ മലക്കൊന്നും അല്ല. ജമീലിക്ക മറുപടിയിൽ എഴുതി, മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ്, മനസ്സിൽ വെടിവെച്ചൊരിരട്ടക്കുഴൽ തോക്കാണ്, മാനാഭിമാനമുള്ള പുരുഷന്റെ നേർക്കാണ് മറുപടി പറയാനായി കഴിയുന്നത് ആർക്കാണ്, തരിച്ചു പോകും. അങ്ങനെ എഴുതി. പിന്നെ ചില പ്രധാനപ്പെട്ട വരികൾ കൂടി പറഞ്ഞിട്ട് നിർത്താം. കുട്ടികളല്ലല്ലോ ഇരിക്കുന്നത്, പ്രായമുള്ളവരായതുകൊണ്ട് നിങ്ങളോട് തുറന്ന് പറയാം. കത്തുപാട്ടിൽ ഏറ്റവും പ്രൗഢമായ വരികൾ, കത്തും മറുപടിയും എടുത്താൽ. കത്തുപാട്ടിൽ തന്നെ വലിയ വരികളാണ്, ആഴമുള്ള വരികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മറുപടിയിൽ ജമീലിക്ക് എഴുതിയ ഒരു 4-6 വരിയുണ്ട്. ഏതാണെന്നറിയും? മറുപടിയിലെ അബുദാബിയിലുള്ള ഒരു എഴുത്തുപെട്ടി എന്ന പാട്ടിന്റെ ഏറ്റവും പ്രൗഢമായ വരികൾ. അത് ഏതാണെന്നറിയുന്നത്? അത് കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു എപ്പിസോഡിൽ പാടുന്ന ഒരു പയ്യൻ എന്നോട് ചോദിച്ചു, ഫിറോസ്ക മൊത്തം തെറിയല്ലേ ജമീലിക്ക് എഴുതി വെച്ചിട്ടുള്ളത്? മൊത്തം തെറിയല്ലേ ജമീലിക്ക് എഴുതി വെച്ചത്? ഞാൻ ആ പയ്യന് കൊടുത്ത മറുപടി, ആ വരികൾ പാടി കൊടുത്തതിന് ശേഷം എന്ന് പറഞ്ഞത്. ആ പയ്യന് കൊടുത്ത മറുപടി, ആ വരി ഏതാണെന്നറിയാം? കൂട്ടാരി തന്തയായ മണ്ണാന്റെ ഒരു മൂരി, ഗൾഫിലെ പുരുഷൻ എന്റെ കഥയുമതാണ് കൂറി, കറക്കാതെ കറവ വറ്റി ഒരു പശുവായി നീ മാറി, ഇരുവരും ഇരുകരയിൽ യൗവന ചുമടും പേറി, സംസുഖാൻ പുറത്തായിരിക്കും. കണ്ടോട്ടെ, ഫുൾ വീഡിയോ സെറ്റ് ആയിക്കോട്ടെ. അല്ല, ഉമ്മയും മോനും തമ്മിലുള്ള ബന്ധമല്ല, ഉപ്പയും മോളും തമ്മിലുള്ള ബന്ധമാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. ലോകത്തെല്ലാം തുറന്നു പങ്കുവെക്കുന്ന ബന്ധം. ആ ബന്ധത്തിലാണ് എല്ലാം ഫോട്ടോ എടുക്കാം. പുഞ്ചിരി തൂകിക്കെസും പാടി നടന്നൊരു പാവാടക്കാരി റസിയ മറന്നോ, പാടത്തിൽ പാറി നടന്ന ചാഞ്ചാടും തുമ്പിയുമൊത്ത് പണ്ടൊക്കെ ഓടി നടന്നത് മറന്നോ. എന്റെ ഒരു 3-4 ഞാൻ ഈ 80 കാസറ്റിൽ 3 പാട്ടും 4 പാട്ടൊക്കെ വെച്ച് പാടിയിട്ടുണ്ട്. അതിലൊരു 4-5 പാട്ടാണ് ഹിറ്റായത്. ഒന്ന് യാ റസൂലല്ലാ സല്ലി അലാ യാ ഹബീബി എന്ന് പറയുന്ന എനിക്ക് പാടാൻ കഴിഞ്ഞ ഏറ്റവും വലിയ പാട്ട്. ടി പി ആലിക്കുട്ടിക്കുരുക്കളുടെ പ്രശസ്തമായ വരികളായിരുന്നു. പിന്നെ മുത്ത് മെഹബൂബേ എന്നൊരു പാട്ടുണ്ടായിരുന്നു, ആ കാലത്ത് ഇറങ്ങിയത്. പിന്നെ ഇതൊക്കെ ഞാൻ പ്രവാസിയാവുന്നതിന് മുമ്പാണ് കേട്ടോ, കാസറ്റ് കാലഘട്ടമൊക്കെ, കോളേജിൽ പഠിക്കുന്ന കാലമാണ്. പിന്നെ ഫുർഖാനുൽ അലീമാണ് വാട്സപ്പ് വിവരത്തിൽ നിന്നാണ് വ്യക്തമായത്.
അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ സംസാരത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമായിരുന്നു. തെറ്റിദ്ധാരണയല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഈ മുഹൂർത്തത്തിൽ നമ്മളെത്തിയ സമയത്ത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രവാസികളുടെ കൂടിച്ചേരലായിരിക്കുമെന്നാണ് സത്യത്തിൽ മനസ്സിൽ കരുതിയത്. ഒരു തെറ്റല്ല, മനസ്സിൽ കരുതുന്നത് ഒരു തെറ്റല്ലല്ലോ. പറഞ്ഞപ്പോൾ അതിൻ്റെ ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള തിരക്കിൽ അത് മനസ്സിലാക്കി കൊടുത്തുള്ളൊരു, അപ്പോൾ മനസ്സിൽ ഞാൻ അങ്ങനെ കാണുകയാണ്. അങ്ങനെ തന്നെ ആയിരിക്കും. പ്രവാസികളും സ്വദേശികളും എല്ലാം തിരഞ്ഞെടുപ്പിന് വേണ്ടി വ്യത്യസ്ത മുന്നണികൾക്ക് വേണ്ടി ഒത്തുകൂടുമല്ലോ, സ്വാഭാവികമാണ്. പക്ഷെ ഇന്ന് രാവിലത്തെ ഒരു മെസ്സേജിലാണ് നിങ്ങളുടെ ബുറേമി ബേസ് ചെയ്തുകൊണ്ട് നിന്ന പ്രവാസികളുടെ ഒരു രാഷ്ട്രീയമോ മറ്റു ചിന്തകളോ ഒന്നുമില്ലാത്ത പ്രവാസികളായി ജീവിച്ചു എന്ന ഒരൊറ്റ കാര്യം കൊണ്ടുള്ള കൂടിച്ചേരലാണ് എന്ന് ഇന്നലെ രാത്രി വിട്ട മെസ്സേജ് ഇന്ന് രാവിലെ വായിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ സത്യത്തിൽ കഴിഞ്ഞത്. ഏതായാലും എന്നേക്കാളൊക്കെ പ്രവാസ ജീവിതത്തെക്കുറിച്ച് പറയുവാൻ പുതിയതുമായ തലമുറയിലെ വിഭാഗത്തിൽപ്പെട്ട ഒരു ആളുകളാണ് നമ്മൾ ജീവിക്കുന്ന ഒരു ഭൂരിഭാഗവും. ഞാൻ 28-29 വർഷത്തോളമായി പുറയിലുണ്ടായിരുന്നു. ഇപ്പോഴും പുറയിൽ നിന്ന് പോന്നിട്ടില്ല. എങ്കിലും എനിക്ക് അഭേദ്യമായ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണ് എല്ലാം ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒത്തുകൂടലിൻ്റെയും ഒരു പ്രത്യേക മണ്ണാണ്. അവിടെ ഒരുമിച്ച് കൂടുന്ന സംഘടനകളും അവിടെ കൂടുന്ന കൂട്ടായ്മകളും എല്ലാം ഒന്നിക്കൊന്ന് വളരെയധികം മെച്ചപ്പെട്ടതായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ. ഒരുപാട് പ്രായമുള്ള ഉപ്പമാരും ചേട്ടന്മാരും എല്ലാം ഉണ്ട്. എനിക്കും കുറേ പേരെ അറിയാം, കുറേ പേരെ അറിയില്ല. എങ്കിലും സ്നേഹം, സന്തോഷം ഇത് മാത്രമാണ് ഈ ഒരു ഒത്തുചേരലിൽ നമുക്കുള്ളത്. തീർച്ചയായിട്ടും ഇതിനെ ഇവിടെ അവസരമൊരുക്കിയ ഇതിൻ്റെ പ്രാതിനിധ്യത്തിൽ നേതൃത്വത്തിൽ നിൽക്കുന്ന സുബീർ മുഖ്യ പ്രത്യേകം നന്ദി തരുന്നത്. ഈ ശബ്ദത്തിന് കുറച്ച് ബുദ്ധിമുട്ടെടുത്തോണ്ടെങ്കിൽ ചുമയുണ്ടായിരുന്നതുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.